പുതിയൊരു വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്ന ഡെയിലി അപ്ഡേറ്റ്സിലെ ആദ്യത്തെ അപ്ഡേറ്റ് ജിമ്മി ഊസോയുടെ തിരിച്ചുവരവിനെ സംബന്ധിച്ചാണ്. ജിമ്മി ഊസോയുടെ കാലിന് ഇഞ്ചുറി പറ്റുന്നത് WWE ഏറ്റവും അവസാനമായി കഴിഞ്ഞ സർവൈവർ സീരീസ് വാർ ഗെയിംസിലെ മെൻസ് വാർ ഗെയിംസ് മത്സരത്തിൻ്റെ അവസാന നിമിഷങ്ങളിലാണ്. വാർ ഗെയിംസിലെ ആ സ്റ്റീൽ കേജിൻ്റെ മുകളിൽ നിന്ന് കയറി സ്പ്ലാഷ് ചെയ്യുന്ന സമയത്ത് വളരെ ഡേഞ്ചറായിട്ടുള്ള മൂവ് ചെയ്യുന്നത് കൊണ്ടാണ് ജിമ്മി ഊസോയുടെ കാലിന് ഇഞ്ചുറി പറ്റിയത്. പിന്നീട് സ്മാക്ഡൗൺ എപ്പിസോഡിൽ ജിമ്മി ഊസോ അനിശ്ചിതകാലത്തേക്ക് ഇഞ്ചുറി മൂലം മാറി നിൽക്കുമെന്നുള്ളതും മൈക്കൽ കോൾ കമൻറ്റേറ്ററിലൂടെ പറഞ്ഞ് സ്ഥിരീകരിക്കുന്നതായി നമുക്ക് കേൾക്കാൻ സാധിച്ചു. നിലവിൽ റസൽ വോട്സ് എന്ന് പറയുന്ന ട്വിറ്റർ ഹാൻഡിൽ അവരുടെ പോഡ്കാസ്റ്റിൽ പങ്കുവെക്കുന്ന അഭിപ്രായം അനുസരിച്ചാണെങ്കിൽ ജനുവരി മാസത്തിലായിരിക്കും ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് നമുക്ക് കാണാൻ സാധിക്കുക. ജനുവരി മാസത്തിൽ എന്ന് പറയുമ്പോൾ പിന്നീട് നടക്കുന്ന ഫെബ്രുവരി 2-ാം തീയതിയിലെ മെൻസ് റോയൽ റംബിൾ മത്സരത്തിലെ ഒരു സർപ്രൈസ് എൻട്രിയായി ജിമ്മി ഊസോയുടെ തിരിച്ചുവരവ് നടക്കാൻ സാധ്യതയുണ്ട്. എന്തായാലും ജനുവരിയുടെ അവസാന ആഴ്ച വരെ ജിമ്മി ഊസോയുടെ ഒരു അപ്പിയറൻസ് നമുക്ക് സ്റ്റോറി ലൈൻ പ്രകാരം പ്രതീക്ഷിക്കേണ്ട. രണ്ടാമത്തെ അപ്ഡേറ്റ് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് മാറുന്ന എപ്പിസോഡിൽ വമ്പൻ മത്സരം വരാൻ പോകുന്നു എന്നുള്ളതിൻ്റെ റൂമർ നമുക്കിപ്പോൾ കേൾക്കുന്നുണ്ട്. അതായത് CM പങ്ക് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരത്തെ സംബന്ധിച്ചാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഇന്നലെയോടുകൂടി ഇപ്പോൾ പുറത്തേക്ക് വന്ന ആ റൂമറിലാണ് CM പങ്ക് വേഴ്സസ് സെത്ത് റോളിൻസ് തമ്മിലുള്ള സിംഗിൾസ് മത്സരം റസൽമേനിയയിലേക്ക് വേണ്ടിയിട്ടല്ല, റോ നെറ്റ്ഫ്ലിക്സിലേക്ക് പ്രീമിയർ ചെയ്യപ്പെടാൻ പോകുന്ന ആദ്യ എപ്പിസോഡിന് വേണ്ടിയിട്ടാണ് നിലവിൽ ബിൽഡ് ചെയ്യുന്നത് എന്ന് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഈ ഒരു റൂമർ നടക്കാൻ സാധ്യത വളരെ കുറവാണെന്നാണ് ഞാൻ പറയുകയുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇരു റെസ്ലേഴ്സും തമ്മിൽ ചെയ്യുന്ന പ്രൊമോസിൽ അവർ യൂസ് ചെയ്യുന്ന വേർഡ്സ് റസൽമേനിയ എന്നാണ്. അതിനർത്ഥം റസൽമേനിയയിൽ ഇരുവരും തമ്മിൽ മത്സരം വരാനുള്ള സാധ്യതകൾ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഈ ഡ്രീം മാച്ച് റസൽമേനിയയിൽ നടത്തിയാൽ മാത്രമേ ഈ സ്റ്റോറി കൊണ്ട് അവർ പ്രൊമോസിൽ പറഞ്ഞതൊക്കെ എന്താണോ അതിനുള്ള ഉത്തരം നമുക്ക് ലഭിക്കുകയുള്ളൂ. റസൽമേനിയയിൽ വിജയിക്കുന്ന റെസ്ലറിന് മറ്റൊരു റെസ്ലറിൻ്റെ മേൽ ആധിപത്യം നേടുന്നതോട് കൂടിയിട്ടാണ് ഇത് ഫ്യൂഡിൽ വിജയിച്ചു എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ റോ നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുന്ന ആദ്യ എപ്പിസോഡിൽ മത്സരം വരും എന്നുള്ളൊരു റൂമർ ഉണ്ടെങ്കിലും എൻ്റെ അഭിപ്രായത്തിൽ ആ സാധ്യതകൾ വളരെ കുറവാണ്. അവസാനത്തെ അപ്ഡേറ്റ് ദ റോക്കിൻ്റെ റിട്ടേൺ ഡേറ്റിനെ സംബന്ധിച്ചുള്ള ഒരു കൺഫർമേഷൻ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. റസൽ വോട്സിൻ്റെ പുതിയ പോഡ്കാസ്റ്റിൽ അവരുടെ അഭിപ്രായം അനുസരിച്ച് അവർ റിപ്പോർട്ട് ചെയ്യുന്നത് റോ നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുന്ന ആദ്യ എപ്പിസോഡിൽ ആ പ്രീമിയർ എപ്പിസോഡിൽ ദ റോക്ക് അപ്പിയർ ചെയ്യും എന്നുള്ളതും റോക്കിനെ അവർ ലോക്ക് ചെയ്തിട്ടുണ്ട് അപ്പിയറൻസിന് വേണ്ടി എന്നുള്ളതുമാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ദ റോക്ക് മാത്രമല്ല സൂപ്പർ താരമായ ജോൺസിനയുടെ അപ്പിയറൻസ് ഉണ്ടായിരിക്കും. ജോൺസിന് ഇത് ഒഫീഷ്യലി കൺഫേം ചെയ്തിട്ടുണ്ട്. കൂടാതെ സൂപ്പർ താരമായ റോമൻ റെയിൻസ് ഉണ്ടായിരിക്കും. ദ റോക്കിൻ്റെ അപ്പിയറൻസിൻ്റെ ഒപ്പം നടക്കാൻ പോകുന്ന വലിയൊരു ട്വിസ്റ്റ് റോക്കിൻ്റെ എക്കാലത്തെയും വലിയ എതിരാളികളിൽ ഒരാളായ WWE നമ്പർ 1 റെസ്ലറായ സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിൻ്റെ അപ്പിയറൻസും ഉണ്ടായിരിക്കുമെന്നും റസൽ വോട്സ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനും ദ റോക്കും ഒരു ഷോയിൽ വരികയാണെങ്കിൽ, അതും നെറ്റ്ഫ്ലിക്സിലേക്ക് കൂടുമാറുന്ന ആദ്യ റോയിൽ അപ്പിയർ ചെയ്യുകയാണെങ്കിൽ ഇരുവരും തമ്മിലുള്ള ഒരു ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റ് നടക്കുമെന്നുള്ളത് ഉറപ്പാണ്. ആ ഒരു സെഗ്മെൻറ്റിൽ റോക്കിനേക്കാൾ കൂടുതൽ സ്കോർ ചെയ്യാൻ പോകുന്നത് സ്റ്റോൺ കോൾഡ് സ്റ്റീവ് ഓസ്റ്റിനായിരിക്കും. ഇരുവരും തമ്മിലുള്ള വർഷങ്ങൾക്ക് ശേഷമുള്ള ഫേസ് ടു ഫേസ് സെഗ്മെൻറ്റും നമുക്ക് അടുത്ത വർഷം ജനുവരി 7-ാം തീയതി കാണാൻ സാധിച്ചേക്കാം. ഇതൊക്കെയാണ് നമുക്ക് ഈ വീഡിയോയിലൂടെ പങ്കുവെക്കാനുള്ള അപ്ഡേറ്റ്സ്. വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.